എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? മുറ്റം നിറയെ ലൈറ്റും 4 സ്റ്റാർ. ഒരാപത്ത് വരുമ്പോ വരാതിരിക്കണവരാണോ കൂട്ടുകാര്? ഇത് കളിപ്പിള്ളേ നീ. ചില വീട്ടുകാര്യങ്ങൾ. കീർത്തനം പാട്ട്. അമ്മ ക്രിസ്മസ് ആയ. ഓ മക്കളെ, അടുത്ത മാസമാണ് ക്രിസ്മസ്. പക്ഷെ നമ്മള് 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഇടാം. എത്ര സ്റ്റാൻഡും? അത് പപ്പച്ചി എടുത്ത് ചോദിക്കും. പപ്പച്ചി വിളി. അപ്പച്ചി അപ്പച്ചി. ഓ എന്തോ എന്ത്? അത് മോള് ചോദിക്കണേ നമ്മൾ എത്ര സ്റ്റാർ ഇടൂന്ന്. എത്ര സ്റ്റാർ വേണം നമുക്ക്? നമുക്ക് 4 സ്റ്റാർ ഇടാം. എന്നിട്ട് മുറ്റത്ത് മൊത്തം ലൈറ്റ് ഇടാം. പക്ഷെ പുൽക്കൂടും ട്രീയും വയ്ക്കണതിന് മുമ്പ് തന്നെ സ്റ്റാറും ഇടണം, ലൈറ്റും ഇടണം. സ്റ്റാർ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വാങ്ങിയിരിക്കല്ലേ, അതാ അതുപോലെ. അയ്യ, പഴയ സ്റ്റാർ ഒന്നും ഇടണ്ട. എന്തോന്ന് രാജുവേട്ടാ, പുതിയ സ്റ്റാർ വാങ്ങിച്ചാൽ 4 വർഷമായില്ലേ ആ സ്റ്റാർ ഇട്ടിട്ട്. മുറ്റം നിറയെ ലൈറ്റും 4 സ്റ്റാർ. നിനക്ക് ഇത്തിരി പ്രായമായില്ലേ? നിനക്ക് ഈ മുറ്റം നിറയെ ലൈറ്റും സ്റ്റാറും എന്തൊക്കെ വേണം നിനക്ക്? പ്രായെന്ന് പറഞ്ഞ മുറ്റം നിറയെ സ്റ്റാർ ഇട്ടൂടെ? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നാളെ നമുക്ക് ആ ബർത്ത്ഡേക്ക് പോണം. വൈകുന്നേരം പോയാ മതി. ഏത് ബർത്ത്ഡേ? പക്ഷെ അങ്ങനെ പറയാതെ, അവൻ വിളിച്ചല്ലേ, വിളിച്ചിട്ട് പോവരുന്ന മോശമല്ലേ? മോശം? എന്തോന്ന് മോശം? ഒരാപത്ത് വരുമ്പോ വരാതിരിക്കണവരാണോ കൂട്ടുകാര്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേടി, അതൊക്കെ പോട്ട്, വെറുതെ ആവശ്യമില്ലാതെ. നല്ല കാലത്ത് എല്ലാരും കൂടെ ഉണ്ടായിരുന്നല്ല, ആപത്ത് കാലത്ത് ആരെയും കണ്ടില്ലല്ല. ഒന്നുമില്ല, അവരെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാലും ഒന്ന് വരായിരുന്നല്ലോ, ഒരു ആശ്വാസമൊക്കെ പറയായിരുന്നല്ലോ. അതിൽ നിന്നല്ലേ എനിക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതെല്ലാം കാണിച്ചിട്ട് രാജുവിനെ വീണ്ടും അവരെ ന്യായീകരിച്ച് സംസാരിക്കണോണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ ന്യായീകരിച്ചൊന്നല്ല. ഇപ്പൊ അവര് കാണിച്ച പോലെ ഞാനും ചെയ്താലേ ഞാനും അവരെ പോലെ ആയില്ലേ? അതെന്തോ ആട്ടെ, ഞാൻ ഇല്ല. ആ ജോസേട്ടനോ മഹേഷണ്ണനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്ത് പറ, ഞാൻ വരാം. വേറെ ഒന്നിനും എന്നെ നോക്കണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിലായി നമുക്ക് വന്നു ചേരും. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളിലും വിഷമങ്ങളിലും നമ്മുടെ അടുത്ത് വന്നിട്ട് എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന് പറയുന്നവരാകണം യഥാർത്ഥ കൂട്ടുകാർ. അവരെ നമുക്ക് നൻപൻ എന്ന് വിളിക്കാം. ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.